നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. പലരുടെയും മനസ്സിലുള്ളൊരു വലിയ സംശയമാണ്, നമ്മുടെ വാഹനത്തിൽ അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ഷോറൂമിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് റീപ്ലേസ് ചെയ്ത് തരുമോ, അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്ത് റെഡിയാക്കി തരുമോ? ഇങ്ങനെ ഒരു സംശയം പലർക്കും മനസ്സിലുള്ളതാണ്. ഇതുപോലത്തെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് ജിയോൺ ബെന്നിയാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഫോർച്യൂണർ ആംബിയൻറ്റ് ലൈറ്റ് കമ്പനിയിൽ തന്നെ ചെയ്തു, 2 തവണ അടിച്ചുപോയി. അപ്പോൾ ഗായ്സ്, അടിച്ചുപോയി. കമ്പനി വാറണ്ടിയിൽ തന്നെ ഫ്രീ ആയി റീപ്ലേസ് ചെയ്തു. ബട്ട് ഈ പ്രോഡക്റ്റിന് ഫ്യൂസ് ഇല്ല എന്ന് കമ്പനി പറയുന്നത്. റീപ്ലേസ്മെൻറ്റിൽ കംപ്ലീറ്റ് യൂണിറ്റ് റീപ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, നല്ലൊരു കാര്യം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ ഞാനൊരു പോസിറ്റീവ് സൈഡ് പറഞ്ഞുതരാം. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു അഡീഷണൽ ആക്സറീസ് നമുക്ക് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ വാഹനത്തിലോട്ട് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ കമ്പനിയിൽ തന്നെ ചെയ്യുകയാണെങ്കിലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വാറണ്ടിയുടെ കേസ് എപ്പോഴും കിട്ടും. അതിൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എന്തൊരു വാറണ്ടി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുവന്ന് ചോദിക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് നമ്മൾ അഡീഷണലായിട്ട് ഫിറ്റ്മെൻറ്റ് ചെയ്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് കാരണം വേറൊരു യൂണിറ്റ് കംപ്ലയിൻറ്റ് വന്നെങ്കിൽ ആദ്യമേ ആസ് യൂഷ്വൽ നോർമലായിട്ട് അവർ പറയുന്ന കാര്യം എന്താ, ഈ ഒരു സാധനം ഫിറ്റ് ചെയ്തുകൊണ്ടാണ് ആ യൂണിറ്റ് പോയത്. 100% അല്ലെങ്കിൽ 100ൽ 110% അങ്ങനെ പറഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കേസിലോട്ട് വരാം. ഇപ്പോൾ കമ്പനി തന്നെ ഫിറ്റ് ചെയ്തൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ ആ പ്രോഡക്റ്റിന് എന്ത് കംപ്ലയിൻറ്റ് വന്നാലും ഹെഡേക്ക് മൊത്തം പോകുന്ന ആർക്കാണെന്നറിയാം, കമ്പനിക്ക് തന്നെ പോകത്തുള്ളൂ. അതുകൊണ്ട് അവിടെ വേറെ ഇഷ്യൂ വരുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഫ്യൂസ് കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ചില യൂണിറ്റ്സ് അത് കറണ്ട് കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ ആ കറണ്ട് എടുക്കുന്ന യൂണിറ്റ്, ഇപ്പോൾ ആംബിയൻ ലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഓരോ വാഹനത്തിനും പല രീതിക്കാണ്. ചില വാഹനങ്ങൾക്ക് ആംബിയൻ ലൈറ്റ് നമ്മുടെ റൂഫ് ലൈറ്റിൻ്റെ ഏകദേശം ആ ഒരു സിമിലർ യൂണിറ്റിൽ നിന്ന് തന്നെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഈ രണ്ടിനും കൂടെ പോകുന്ന ഫ്യൂസ് ഒന്ന് തന്നെയാണ് വരുന്നത്. അതായത് ഈ യൂണിറ്റിന് അഡീഷണൽ ഫ്യൂസ് വരത്തില്ല, പക്ഷേ ആ ലൈനിന് വരുന്ന ഫ്യൂസ് നമ്മുടെ റൂഫ് ലാമ്പിൻ്റെ ഫ്യൂസ് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താ, ആ യൂണിറ്റിൽ ഇല്ല, നമ്മൾ ഫിറ്റ് ചെയ്യുന്ന യൂണിറ്റിലില്ല, പക്ഷേ ആ എടുത്തിരിക്കുന്ന ലൈനിൽ ഫ്യൂസ് ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാരണവശാൽ ആ ഒരു ഫ്യൂസ് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ലൈനിൽ എന്തെങ്കിലും ലോഡ് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്യൂസേ പോകത്തുള്ളൂ, യൂണിറ്റ് പോകത്തില്ല. പിന്നെ യൂണിറ്റ് പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടാണ് യൂണിറ്റ് പോകുന്നത്. അതിപ്പോൾ ഷോർട്ട് സർക്യൂട്ട് തന്നെ ആയിരിക്കണമെന്നില്ല ഒരു യൂണിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ. കാരണം അതിനകത്ത് വരുന്ന ബോർഡുണ്ട്, കാര്യങ്ങളൊക്കെ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ബോർഡ് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് പോകുന്നതായിരിക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞ ആംബിയൻ ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് 12 വോൾട്ട് ഇൻപുട്ടാണ് കൊടുക്കുന്നത്. അത് കൺവേർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അതിനകത്തൊരു യൂണിറ്റ് ഉണ്ട്, ആ യൂണിറ്റ് അത് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ചിലത് 3 വോൾട്ടിൻ്റെ ബൾബൊക്കെ ആയിരിക്കും അതിനകത്ത് ഇരിക്കുന്നത്. ആ യൂണിറ്റിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഹൈ വോൾട്ടേജ് തന്നെ വരണമെന്നില്ല. അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും ഉറപ്പായിട്ട് ഈ സാധനം പോകുന്നതായിരിക്കും. പക്ഷേ ഏതായാലും നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. വാറണ്ടി ഉള്ള സ്ഥിതിക്ക് വാറണ്ടി തന്നെ അത് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കിട്ടും. അതിപ്പോൾ 1 അല്ല 2 അല്ല 3 തവണ പോയെന്ന് പറഞ്ഞാലും വാറണ്ടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് മാറി കിട്ടിയിരിക്കും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്.